വാർത്തകൾ വിശദമായി. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് പൊതുമരാമത്ത് വകുപ്പ്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും നിർദ്ദേശം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്തിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിപ്തി, ആലപ്പുഴ മാവേലിക്കരയിൽ ചെന്നിത്തലയെയും അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു വീണ് 2 നിർമ്മാണ തൊഴിലാളികളാണ് മരിച്ചത്. ആ സംഭവത്തിൽ അന്ന് തന്നെ മന്ത്രി സജി ചെറിയാനും അതുപോലെ തന്നെ MLA-മാരായ AS അരുൺകുമാറും UA പ്രതിഭയും അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധിക്കുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ പൊതുമരാമത്തിന്റെ വിജിലൻസ് വിഭാഗം ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഓവർസിയർ എന്നീ 3 പേരെയും ഇമ്മീഡിയറ്റായി, അതായത് അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാലം നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്തിരുന്ന കരാറുകാരനെ കരിമ്പട്ടികയിൽ പ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ കരാറുകാരന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ പാലം പരിശോധിച്ച നിർമ്മാണം നടക്കുന്ന നിർമ്മാണ സ്ഥലം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നത് ഉറപ്പുവരുത്തുന്നതിൽ ഇൻസ്പെക്ഷൻ എത്തിയ ഓവർസിയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും പരാജയപ്പെട്ടിരുന്നു എന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതിനെ തുടർന്നാണ് ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നാൽ അതിവേഗമാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ 4-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ 2 തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. ആ സംഭവം നടന്ന് 5-ാം ദിവസം 9-ാം തീയതി ആകുമ്പോഴേക്കും സംഭവത്തിൽ റിപ്പോർട്ട് അന്വേഷിച്ച് സമർപ്പിച്ച നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിവേഗ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മരണത്തിനിടയാക്കിയ പാലത്തിൽ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന് വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിദഗ്ധ സംഘമാണ് പാലം നിർമ്മാണ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ പാലം തകർന്നു വീണ ഭാഗത്ത് അച്ചൻകോവിൽ ആറിന് കുറുകെയുള്ള ഭാഗത്തും അച്ചൻകോവിൽ ആറിന്റെ 2 കരകളിലും ഇത്തരത്തിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ആ ഒരു സമയത്ത് പാലത്തിന്റെ ഗൈഡർ അല്ലെങ്കിൽ സ്പാൻ എന്നെല്ലാം പറയുന്ന അടിഭാഗത്ത് പണി നടക്കുന്ന ആ ഭാഗത്ത് പില്ലറുകൾക്കിടയിൽ തൊഴിലാളികൾ വീണാൽ ഒന്നും പറ്റാതിരിക്കാൻ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എടുത്തിരുന്നില്ല. തൊഴിലാളികൾ താഴെ വീഴുകയാണെങ്കിൽ വല പോലുള്ള ഒന്നും സജ്ജീകരിച്ചിരുന്നില്ല. ഇവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകിയിരുന്നില്ല. മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചീഫ് ഡെപ്യൂട്ടി എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഗർഡർ തകരാൻ കാരണമായത് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം വേണം എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കരാറുകാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയത മൂലമാണോ അല്ലെങ്കിൽ പാലം നിർമ്മാണത്തിൽ വേണ്ട രീതിയിൽ സിമന്റും മറ്റു വസ്തുക്കളും ഉപയോഗിക്കുന്നതിൽ അലംഭാവം ഉണ്ടായോ, അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലൊരു അഴിമതി നടന്നിട്ടുണ്ടോ മുതലായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിശദമായ അന്വേഷണം വേണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഡർ തകർന്നു വീണത് എന്തുകൊണ്ടാണ് എന്നതിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആറ്റിലേക്ക് വീണിട്ടുള്ള ആ ഭാഗം, തകർന്നു വീണ ആ ഗർഡർ ആറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നേരത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലത്തിന്റെ തകർന്നു വീണ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും പണി പുനരാരംഭിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഗർഡർ പുറത്തെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. സംഭവ സ്ഥലത്ത് അന്ന് തന്നെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങളെല്ലാം തന്നെ നൽകും എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു വിഷയത്തിലാണ് 5 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ നിർമ്മാണത്തിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന പൊതുമരാമത്ത് പാലങ്ങളുടെ നിർമ്മാണ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പഞ്ചായത്തിന്റെ ഓവർസിയർ എന്നീ 3 പേരെയും അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും പാലം നിർമ്മാണത്തിന്റെ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്.
ഇനി പാലം തകർന്നതിൽ, ഈ ഗർഡർ തകർന്നു വീണതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. വിദഗ്ധ സംഘത്തിന്റെ ഒരു അന്വേഷണം എന്തായാലും ഈ എന്തുകൊണ്ടാണ് പാലം തകർന്നത് എന്ന കാര്യത്തിൽ ഉണ്ടാകും. ശരി. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്ത പൊതുമരാമത്ത് വകുപ്പ്. നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യും. കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും നിർദ്ദേശം നൽകി. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ ഉപകരണങ്ങൾ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റം പറയുന്നില്ലെന്നും പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാൻ താൽപ്പര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിയിൽ തനിക്ക് അവിശ്വാസമില്ല, ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല, ആർക്കു വേണമെങ്കിലും കയറാമെന്നും ഹാരിസ് പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുകയായിരുന്ന തന്നെ